നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഒരു കഷ്ണം പട്ട, ഒരു 3-4 ഏലയ്ക്ക, അതുപോലെ തന്നെ 3-4 ഗ്രാമ്പു ഇത്രയും ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ സബോളയുടെ പകുതിയും കൂടെയാണ് കേട്ടോ. ഇതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, കപ്പ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് ചാറായിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം പിന്നെ അതിലേക്ക് ഈ ഉള്ളി, പച്ചമുളക്, ഉള്ളി സവോളയൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് കുറച്ച് പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുത്തു, ഒരു 3-4 എണ്ണം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി അതങ്ങ് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതൊക്കെ ഇത്രയും തക്കാളിയും ഉള്ളിയും സവോളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയതല്ല, ഒരു 80% മാത്രം വരെ അരയ്ക്കുള്ളൂ കേട്ടോ. അങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള ഒരു വെളുത്തുള്ളി ഇഞ്ചി കൂട്ടാണ് കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ആയി വരണം, അതിൻ്റെ പച്ചമണം ഒക്കെ മാറണം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1.25-2 തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കനൊക്കെ പല തരത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി വേണമെന്ന് വിചാരിക്കുമ്പോൾ അത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരു 1.5 കിലോയോളം ഉണ്ട് കേട്ടോ ചിക്കൻ. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ. എന്നിട്ട് ഒരുപാട് സമയം ഒന്നും വെച്ചാൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതങ്ങ് ഈ മസാലക്കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുരുമുളകിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുപോലെ വെളിച്ചെണ്ണ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആകണ്ട, എന്നാൽ നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ പിടിച്ച് വരണം. ഇതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത്. നന്നായിട്ട് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കിടക്കണം കേട്ടോ. അപ്പം എന്താണ് ഈ മസാലയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ട് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ട് അടി പിടിക്കാതെ. ഇപ്പം ഈ ഉരുളി ആകുമ്പോഴത്തേന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തിളച്ച ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കപ്പ തിന്നാനായിട്ടാണ്. അപ്പോൾ കുറച്ച് ചാറ് വേണം. നമ്മുടെ വീട്ടിൽ മലപ്പുറത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ഇച്ചിരി ചാറായിട്ടൊക്കെയാണ് വെക്കുന്നത് കേട്ടോ. ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കനിൽ ഉപ്പ് പുരട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഈ നമ്മുടെ ബാക്കി വേണ്ടത്, അതായത് ഈ മസാലയ്ക്കൊക്കെ വേണ്ടത് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പോരെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റോളം ഇത് വേവിക്കും കേട്ടോ വെച്ചിട്ട്. പണ്ട് കാലത്തൊക്കെ ഇതുപോലെ ആയിരുന്നു ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെ അതുപോലെ ഒരു വെറൈറ്റി ആകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു നോക്കുക. നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തേ. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം കണ്ട അത്യാവശ്യം ചാറുണ്ടല്ലോ ഇതിൻ്റെ, ഗ്രേവി വേണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേവി ആയിട്ട് തന്നെയാണ് ചാറൊക്കെ ഒഴിച്ച് നമുക്ക് കപ്പ കഴിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഉപ്പൊക്കെ നോക്കുകയാണ് അവസാനമായപ്പോഴത്തേക്ക്. നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പം അതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. ഇവിടെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയുടെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.